ശരിക്കും ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നും എന്തൊക്കെയായിരുന്നു എനിക്ക് വേണ്ടാത്തതെന്നും ഒക്കെ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത്. ഈ ഒരു ജേണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കിയതും എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതും ഭക്ഷണവും അതിൻ്റെ രുചികളുമായിരുന്നു. ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് അമ്മയുടെ ഓപ്ഷൻസിൽ നിന്നും ചോയ്സുകളിൽ നിന്നും മാത്രമായിരുന്നു എൻ്റെ ചോയ്സുകളും ഉണ്ടായിരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയ സമയത്താണ് എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങിയത്. ഇത് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടുമില്ലാത്ത പല തരത്തിലുള്ള രുചികൾ എനിക്ക് ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു റിയാലിറ്റിയിലേക്കായിരുന്നു എന്നെ ലീഡ് ചെയ്തത്. ഓൾസോ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നതെന്നും അതെങ്ങനെയൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സായി മാറുന്നതെന്നും കൂടി ഞാൻ തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കൂടിയായിരുന്നു അത്. സത്യത്തിൽ നമുക്കൊക്കെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന ഓരോ രുചികളുണ്ടായിരിക്കണം. ഏത് രുചിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും ഏതാണ് എനിക്ക് താല്പര്യമില്ലാത്തതെന്നും ഒക്കെ നമ്മൾ തിരിച്ചറിയുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെയൊക്കെ രുചികൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമ്മൾ ആസ്വദിക്കുകയും വേണം.